നമ്മുടെ ഷോ കാണുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉണ്ടാവും. അതായത് ശരിക്കും ഈ ഷോയുടെ ലക്ഷ്യം എന്താണെന്ന്. വെറും ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണോ, അല്ല വേറെന്തെങ്കിലും ആണോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇതിലൂടെ ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ഇന്ത്യയിലുള്ള ഓരോ ഭവനങ്ങളിലും ഓൺട്രപ്രണർഷിപ്പിനെ പറ്റിയുള്ള ചിന്തകൾ വിതയ്ക്കണം. അതിലവർക്ക് വിശ്വാസവും ധൈര്യവും വരണം. എങ്ങനെ ഈ ധൈര്യം കൊണ്ട് ഈ ലോകത്തെ തന്നെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മികച്ച ഐഡിയ, ഒരു ഗംഭീര ഇന്നൊവേഷൻ, ഒരു പാഷനേറ്റ് ഫൗണ്ടർ, ഒപ്പം ഒരു ദീർഘദർശിയായ ഇൻവെസ്റ്ററും കൂടി ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അത്തരത്തിലൊരു അത്ഭുതം കാണിച്ച ടീമിനെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. സോ നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഓബൻ ഇലക്ട്രിക്. It's electric. It's fast. It's bold. This is power, style, and confidence. It's an EV with attitude. See you at the usual spot, 10 p.m. Let's ride the Bolt. The all-new Roar Easy Sigma. The Bolt Electric. The first ever made in India for the world electric bike. Team Oben Electric. Madhumita, Dinkar and Sagar. നിങ്ങൾ മൂവർക്കും ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. വളരെ മികച്ച ബൈക്കാണിത്. പിന്നെ ഇതിൽ വളരെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം എന്താണെന്നാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എവർ മെയ്ഡ് ഇൻ ഇന്ത്യ EV ബൈക്ക് ഫോർ ദി വേൾഡ്. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. സത്യം പറഞ്ഞ ഓട്ടോമൊബൈൽ വളരെയധികം കോമ്പറ്റീറ്റീവ് ആയ ഒരു ബിസിനസ്സാണ്. സോ ഇങ്ങനൊരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അതിനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? അതുപയോഗിച്ച് നിങ്ങൾ ഒരു ബൈക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഈ ഒരു ഐഡിയ വീട്ടിൽ നിന്നാണ് കിട്ടിയത്, എൻ്റെ അച്ഛനിൽ നിന്നാണ്. അതായത് ആദ്യം എൻ്റെ അച്ഛൻ എന്നെ 2 വീലർ ഓടിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്കൂട്ടറിൽ നിന്നാണ് അത് തുടങ്ങിയത്. പക്ഷേ രഹസ്യമായിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ബൈക്ക് എടുത്തോണ്ട് പോവായിരുന്നു. ബീങ് എ വുമൺ, ബീങ് എ ഗേൾ, ഒരു ബൈക്ക് ഓടിക്കുക എന്ന് വെച്ചാൽ അതൊരു രസമാണ്, അതൊരു പ്രൗഡാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നടന്നു. ഞാൻ എൻ്റെ ബിസിനസ് പാർട്ട്ണർ ദിൻകറിനെ മീറ്റ് ചെയ്തു. പഠിത്തമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം വലിയൊരു R&D ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഒരു MNCയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. അതായത് ഈ സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഒരു SMEക്ക് അവർക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇന്ത്യയിൽ ഇന്നോവേഷൻ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? സോ ഈ ഐഡിയ ഞാൻ എൻ്റെ പാർട്ട്ണർ ദിനകറിനോട് ഞാൻ പറഞ്ഞു, ദിസ് ഈസ് സംതിങ് വി ഷുഡ് ഡു. സെൽ ഇന്നോവേഷൻസ്, സെൽ R&D ആസ് എ സർവീസ്. സോ അതായിരുന്നു എന്റെ അടുത്ത ചുവടുവയ്പ്. സോ R&D ആസ് എ സർവീസ് ആയിട്ട് ആദ്യത്തെ കമ്പനി തുടങ്ങി. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. 2 പേരും കൂടി കമ്പനി തുടങ്ങി. 100 പേരുള്ള ഒരു ടീം ഉണ്ടായി. കോടിക്കണക്കിന് രൂപ ബിസിനസ്സിലൂടെ കൊണ്ടുവന്നു. പല പ്രോഡക്റ്റ് കമ്പനീസുമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ EVയിലേക്ക് മാറ്റി പിടിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചിന്തയാണ്, നമുക്കൊരു EV കമ്പനി തുടങ്ങിയാൽ എന്താ എന്ന്. അതിലൂടെ മില്യൺസ് ഓഫ് ലൈഫിന് ടച്ച് ചെയ്യാൻ പറ്റുമോ എന്ന്. അവിടെ നിന്നാണ് ഈ EV ജേർണി തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഓബൻ ഇലക്ട്രിക്. ഞാൻ ആദ്യം ഹയർ ചെയ്തത് സാഗറിനെയാണ്, ഹു ഈസ് ടുഡേ അവർ കോ ഫൗണ്ടർ. ഇദ്ദേഹവും മുൻപ് ഒരു ഫൗണ്ടർ ആയിരുന്നു, അതുപോലെ ഒരു EV ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഓബൻ ഇലക്ട്രിക് ആസ് എ കമ്പനി ഒരു പാഷനായിട്ട് ബിൽഡ് ചെയ്തിരിക്കുകയാണ് ടു ബിക്കം ആൻ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കമ്പനി ഫ്രം ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ ഫോർ ദ ഗ്ലോബ്.
മധുമിത മാഡം ഒരു കാര്യം കൂടി പറയൂ, നിങ്ങളുടെ ഡിസൈനിങ് ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഡക്റ്റ് ആയിരിക്കും എപ്പോഴും ഒരു ഹീറോ. കസ്റ്റമേഴ്സ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ ആദ്യം നോക്കുന്നത് അതിന്റെ ഡിസൈൻ ആയിരിക്കും. ഡിസൈൻ ആസ്പിറേഷണൽ ആയിരിക്കണം. സോ ഞങ്ങളുടെ മൊത്തം ഇൻ ഹൗസും ഡിസൈനിങ്, ഡെവലപ്മെന്റ്, പിന്നെ മാനുഫാക്ചറിങ്, ഇതൊക്കെ ഓരോ ക്രിട്ടിക്കൽ കോമ്പണന്റിനും ഞങ്ങളാണ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ഹീറോ എന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അതിൽ ഫോക്കസ് ചെയ്ത് ഞങ്ങളുടെ മൊത്തം R&Dയും EVയിലുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നത്. ഇതുവരെ ഞങ്ങൾ ഇവിടെ ഒരുപാട് പ്രോഡക്ട്സ് കണ്ടതിൽ അതിൽ ഒരുപാട് കേസുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ അധികമായിരിക്കും. കാരണം ഇതിൽ അസംബ്ലി ലൈൻ, പ്രൊഡക്ഷൻ ലൈൻ, ഇങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. സോ ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും നിങ്ങൾ തന്നെയാണോ ചെയ്തത്? ഇനിഷ്യലി ഞങ്ങളുടെ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് വരെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ ഫസ്റ്റ് സീഡ് റൗണ്ട് റൈസ് ചെയ്തു. പക്ഷേ നിങ്ങളുടെ ഡിസൈൻ വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതായത് കാണുമ്പോൾ തന്നെ ഒന്ന് കയറി ഓടിച്ചാലോ എന്ന് തോന്നുക, എവിടെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ എന്നും തോന്നുക. അതെ സാർ, ശരിക്കും ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങളത് നിർമ്മിച്ചത്. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊഡക്ഷനും മാനുഫാക്ചറിംഗും ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ടീം തന്നെ ആവശ്യമായി വരും. അതെ. നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? ഞങ്ങളോടൊപ്പം ഇന്ന് 500 പേരുണ്ട്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് 500 പേരാണ്. ഞങ്ങളുടെ പക്കൽ ഇപ്പോഴും 100 മുതൽ 150 പൊസിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, അവരെല്ലാവരും തന്നെ ശരിക്കും ഒരു പാഷനോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ജോലി തന്നെ ഒരു പാഷനാണ്. പാഷൻ എന്ന് വെച്ചാൽ തന്നെ കണ്ടീജിയസ് ആണ്. അത് നമ്മൾ കാണുകയാണെങ്കിൽ ഒരുപാട് പാഷനേറ്റ് ആയ ആളുകൾ നമ്മളെയും തേടി വരാൻ തുടങ്ങും. അത്തരത്തിലൊരു പാഷനേറ്റ് ഇൻവെസ്റ്റർ നിങ്ങളുമായിട്ട് കൈ കോർത്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ പാനലിലും ഉണ്ട്. സന്ദേശ് സാർ, നിങ്ങൾ ഇവരുടെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി? ഞാൻ ഏകദേശം 8-9 മാസമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ദിൻകറും മധുമിത മാഡവും US വന്നപ്പോൾ ഇവർ ഹ്യൂസ്റ്റണിലായിരുന്നു, ഞാൻ വാഷിങ്ടൺ DC ഇവർ ഹ്യൂസ്റ്റണിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങോട്ട് ഫ്ലൈ ചെയ്തു പോയി, ഇവരുമായി സംസാരിച്ചു. രണ്ടുപേർക്കും IIT ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. സോ എന്റെ കംഫർട്ട് ലെവൽ അവിടുന്ന് മുതലേ തുടങ്ങി. ഇവിടെ വളരെ പാഷനേറ്റ് ആയിട്ട് മധുമിത മാഡം അവരുടെ ബൈക്കിനെ കുറിച്ച് വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു. അവരുടെ സപ്ലൈ ചെയിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കൺവിൻസ് ആയി. ഞാൻ ഇവരെ വാഷിങ്ടൺ DC ഇൻവൈറ്റ് ചെയ്തു. അവിടെ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇന്ത്യൻ അമേരിക്കൻ ബിസിനസ് ഇമ്പാക്ട് ഗ്രൂപ്പ്. അവിടെ ഒരുപാട് ഫൗണ്ടേഴ്സ് ഉണ്ട്, IITians ഉണ്ട്. അവരെയൊക്കെ മീറ്റ് ചെയ്തു. അവരും യെസ്, ഈ കമ്പനിയിൽ എന്തോ ഒന്നുണ്ടെന്ന് വാലിഡേറ്റ് ചെയ്തു. സോ ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തത് മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ചില എന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സും ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ഇതിൽ ഒരു 8 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരും 8 കോടി ഇൻവെസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. സോ 16 crores ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഞങ്ങൾ ഇങ്ങനെയുള്ള ഇന്നോവേഷൻസിനെ മേക്ക് ഇൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യാ? നിങ്ങൾ ഇവരുടെ ബൈക്ക് ഓടിച്ചു നോക്കിയോ സർ? ഞാൻ ഇവരുടെ ഫാക്ടറിയിലും പോയി നോക്കിയെന്നേ. ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുന്നേ. ഓക്കെ, എന്നാ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കൂ പ്ലീസ്. പിന്നെ ചില ഇൻവെസ്റ്റേഴ്സിന്റെ വീഡിയോ ഉണ്ട്, അവരെന്തോ മെസ്സേജും അയച്ചിട്ടുണ്ട്. റീസെന്റ് ഞാൻ ഓബൻ ഇലക്ട്രിക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിന്റെ ഫൗണ്ടേഴ്സിൽ ഞങ്ങൾ വളരെ ഇംപ്രസ്ഡ് ആണ്. മധുമിത ആൻഡ് ദിൻകർ, അവരുടെ നോളജ്, യൂസ് ഓഫ് ടെക്നോളജി, ദ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ, പിന്നെ ഇന്ത്യയിലും 2-വീലർ മാർക്കറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഓബനിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റീസൺ. അവരുടെ ഇൻഹൗസ് ടെക്നോളജി, അവരുടെ അഡ്വാൻസ്ഡ് ലിത്തിയം ബാറ്ററി, സേഫ്റ്റി ടെക്നോളജി, അവർ യഥാർത്ഥത്തിൽ ഒരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നവരാണ്. സോ ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇത് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇന്ത്യയിൽ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന EV മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സസ്റ്റൈനബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സോ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു പ്രോഡക്റ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഓബൻ ഇലക്ട്രിക്കിന്റെ ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്നിവയുടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഫ്യൂച്ചറിൽ അവർക്ക് നല്ലൊരു ഭാവിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഐഡിയ ബാസിന്റെ വേദിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടുമുട്ടി. ആൻഡ് നിങ്ങളുടെ യാത്രയിൽ നിന്ന് ഇത്രയും ദൂരം എത്തിയിരിക്കുകയാണ്. അതിൽ ഐഡിയ ബാസിന്റെ റോൾ എന്തായിരുന്നു എന്ന് നമ്മുടെ ഓഡിയൻസിനോടൊന്ന് പറയാമോ? ആരൊക്കെയാണോ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഐഡിയ ബാസ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ ഇവരെ മീറ്റ് ചെയ്തത്.
പിന്നെ ഫൗണ്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അവരോട് അപ്പീൽ ചെയ്യുന്ന കാര്യം, അവർ ഈ ഐഡിയ ബോസ് പ്ലാറ്റ്ഫോം ഏത് വിധത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാലും, അത് ഇമെയിൽ ആവട്ടെ, ലിങ്ക്ഡിൻ ആവട്ടെ, അല്ല വേറെ എന്തെങ്കിലും ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് അയക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ഐഡിയ വളരെ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള അവസരം ലഭിക്കാം. പിന്നെ ഞാൻ ഐഡിയ ബാസിന് വേണ്ടി ഐഡിയ ബാസ് ടീമിനോട് നന്ദി പറയുന്നു. കാരണം അവർക്ക് ഈ പ്രോഡക്റ്റിൽ വിശ്വാസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് US വെച്ച് പറയുകയും ചെയ്തു. സോ ഐഡിയ ബാസ് ടീമിനൊരു വലിയ കൈയ്യടി തന്നെ കൊടുക്കാം. നല്ല ഐഡിയകളൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. പക്ഷെ വളരെ നല്ല ഐഡിയ ആണെങ്കിൽ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് എത്തുകയാണ്. ഇവരുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ. സന്ദേശ് സാറിനെ മീറ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഐഡിയ ബാസിന്റെ ഫൗണ്ടർ, അദ്ദേഹവും ഞങ്ങളുടെ ഒരു വലിയ ഇൻവെസ്റ്ററാണ്. അദ്ദേഹം ഏർലി സ്റ്റേജിലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നും ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. വാവ്. ഈ പ്രോഡക്റ്റ് എപ്പോഴാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്? ഇതെപ്പോൾ റോഡിൽ കാണാൻ സാധിക്കും? ഇന്ന് ഞങ്ങൾ ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദാറ്റ് 1% ബിലീവർ, റൈറ്റ്? ഞങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തി. ഇന്ന് ഞങ്ങൾക്ക് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്, 100-ൽ പരം ഡീലേഴ്സ് ഉണ്ട്, ആൻഡ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫ്രം 5 ഡിഫറെന്റ് കൺട്രീസ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. സോ ഞങ്ങൾ ഇന്ന് ആ സ്റ്റേജിലാണുള്ളത്. അനുപം സാർ ചോദിച്ച കാര്യം ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഈ ബൈക്ക് ഇന്ന് വന്നതല്ല. ഇതിന്റെ വേറെ 2 മോഡൽസ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരെ വേഗത്തിൽ വളരുന്നു. പിന്നെ ഐ തിങ്ക് നിങ്ങളുടെ പ്രൈസ് റേഞ്ച് ഒന്ന് പറയൂ. ഈ പ്രോഡക്റ്റ് 99,000-ൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നാലും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യക്കാർക്ക് ഡിസൈൻസ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഡിസൈൻ വളരെ സ്പോർട്ടി ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വണ്ടി വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു പെർഫോമൻസ് തരും. 0 to 40 3 സെക്കൻഡിൽ പോകും. ആൻഡ് വെറും 100 രൂപയിൽ 400 കിലോമീറ്റർ പോകും. ആൻഡ് പ്ലസ് ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെ സ്മാർട്ട് ഫീച്ചേഴ്സ് ലഭ്യമാണോ ആ സ്മാർട്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ലഭിക്കും. കളർ സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് മോഡ് ഉണ്ട്, സ്റ്റോറേജ് കിട്ടും, ചാർജർ നിങ്ങൾക്ക് കൈയോടെ കൊണ്ടുപോകാം. സോ നിങ്ങൾക്ക് എവിടെയും നിൽക്കേണ്ടതായി വരില്ല. അതുകൂടാതെ ഇതെല്ലാം തന്നെ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിന്റെ വില ഇതിനെല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് 99,000 തുടങ്ങുന്നു. വെരി നൈസ്. ദിൻകർ സാർ, നമ്മുടെ കൂടെ പ്രൊഫസർ സാറും ഉണ്ട്. അദ്ദേഹം റോഡ് സേഫ്റ്റി ആൻഡ് മൊബിലിറ്റിയിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ്. സാർ, താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്ത് തോന്നുന്നു? ഒരു ഫുൾ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ചെയ്യാനായി വിത്ത് R&D അത് ചെയ്യാൻ ഒരുപാട് വർഷം എടുക്കും അല്ലേ? ഇവരിത് വളരെ ചുരുങ്ങിയ സമയത്തിൽ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഐ കൺഗ്രാറ്റുലേറ്റ് ദം. EVയിലെ പ്രധാനപ്പെട്ട കോമ്പോണന്റ് എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ബാറ്ററിയിൽ ഞങ്ങൾ വൺ ഓഫ് ദ പൈനിയേഴ്സ് ആണ്. ഞങ്ങളാണ് ഇന്ത്യയിൽ LSP ബാറ്ററി ബൈക്കിൽ അവതരിപ്പിച്ചത്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ എത്ര EV 2-വീലർ വിൽക്കുന്നുണ്ടോ ഇലക്ട്രിക്, അതിനെല്ലാത്തിനും ഒരു പർട്ടിക്കുലർ കെമിസ്ട്രി ഉണ്ട്. അതാണ് ലിത്തിയം നിക്കൽ മാഗ്നീസ് കോബോൾട്ട്. അതാണ് ചെയ്യുന്നത്. എല്ലാവരും നിക്കൽ മാഗ്നീസ് കോബോൾട്ട് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ ലിത്തിയം ഫെറസ് ഫോസ്ഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഇൻഹെറന്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്ക് ഡബിൾ സേഫ്റ്റി ലഭിക്കും. അതിലെ ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് നോക്കിയാൽ അത് ഡബിൾ ആയിരിക്കും. സോ തീ പിടിക്കാനുള്ള ചാൻസ് മിനിമൽ ആയിരിക്കും. സോ കൺസ്യൂമേഴ്സിന് ക്രേസി ഐഡിയാസ് ഇഷ്ടമാണ്. അടുത്ത കാലത്ത് ടാറ്റ ഹാരിയർ EV കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം കേരളത്തിലെ എലഫന്റ് മൗണ്ടനിലേക്ക് കൊണ്ടുപോയി മലയിൽ ഓടിച്ചു കയറ്റി. നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ക്രേസി ഐഡിയാസ് ഉണ്ടോ? ഞങ്ങൾക്കും ഷെയർ ചെയ്യാനായിട്ടൊരു കഥയുണ്ട്. ജേർണലിസ്റ്റുകൾക്ക് പ്രീ പ്രൊഡക്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്ത ആദ്യത്തെ കമ്പനി ഞങ്ങളുടേതാണ്. പിന്നെ അവരെ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് വിട്ടു. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആരും നിങ്ങളെ കൺട്രോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതായത് ഒരു റിസോർട്ട് പ്രോപ്പർട്ടിയിൽ. അത് നന്ദി ഹിൽസിന്റെ അടുത്തായിരുന്നു. നിങ്ങൾക്ക് ആ സ്ഥലം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വൺ ഓഫ് ദ ജേർണലിസ്റ്റ്, അദ്ദേഹം നന്ദി ഹിൽസിന്റെ താഴെ നിന്നും മുകളിലേക്ക് റോറിൽ 3.5 മിനിറ്റ്സിൽ എത്തുകയുണ്ടായി. അതിലേകദേശം 22 ഗാർഡ് ടേൺസ് ഉണ്ട്. സോ 3.5 മിനിറ്റ്സ് എന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സെറ്റ് ചെയ്ത റെക്കോർഡാണെന്ന് കരുതുന്നു. മാത്രമല്ല അത് വെറും പ്രീ പ്രൊഡക്ഷൻ പ്രോട്ടോടൈപ്പ് ആയിരുന്നു. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോ ഈ ബൈക്ക് ഓടിച്ച് കാണിക്കാം. ഇത് വളരെ സ്മൂത്ത് ആണ്. പെർഫോമൻസിലും ഇത് റോർ ചെയ്യുന്ന തോന്നുന്നേ. ഇത് കാണാൻ വളരെ നന്നായിട്ടുണ്ടല്ലേ? വെരി നൈസ്.
സൂപ്പർ ബൈക്ക്. താങ്ക് യു. താങ്ക് യു. വരൂ. സോ നിങ്ങൾ എങ്ങനെ ഈ ജേണി തുടങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ വലിയൊരു സക്സസ് സ്റ്റോറിയായി മാറിയിരിക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ ഫോർ ദി വേൾഡ്. സോ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പോൾ നിങ്ങളെ കാണുന്നവരോട്, അതായത് ആരുടെയൊക്കെ മനസ്സിൽ ഇത്തരം ഐഡിയകൾ ഉണ്ടോ, ആർക്കൊക്കെയാണോ ഇനിയും തുടങ്ങാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ തുടങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രോഡക്റ്റ് ആണ് ഹീറോ. നിങ്ങളുടെ ഓഫീസിൽ കസ്റ്റമറിന്റെ ഫോട്ടോ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ കസ്റ്റമറിനെ മനസ്സിലാക്കിയിരിക്കണം ആൻഡ് അവർക്ക് വേണ്ടി പ്രോഡക്റ്റ് ഉണ്ടാക്കണം. യെസ്, ലവ്ലി. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ പ്രോഡക്റ്റ് ഒരു ഹീറോ തന്നെയാണ്. ആൻഡ് ഇങ്ങനെയുള്ള ഹീറോ സൂപ്പർ ഹിറ്റ് ഫിലിമുകളാണ് ചെയ്യാറുള്ളത്. സോ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യട്ടെ എന്ന് ഞാൻ Thank you. ആശംസിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ Thank ബീങ് you. വിത്ത് us. Thank you. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. വളരെ മികച്ചൊരു ഐഡിയ ബാസിന്റെ പാഷൻ ആൻഡ് ഒരു മികച്ച ഇന്നോവേഷൻ. ഇതൊരു അത്ഭുതകരമായ സംഗമമാണ്. ആൻഡ് ഇതിന്റെ കൂടെ ഒരു ദീർഘദർശിയായ ഇൻവെസ്റ്ററും കൂടി ചേരുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും. ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ രാജ്യത്തിന്റെ പല കോണുകളിലും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ നിങ്ങളുടെ മനസ്സിലെ ഐഡിയയും ഇതുപോലൊരു അത്ഭുതത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. സോ വീട്ടിൽ അടങ്ങിയിരിക്കരുത്, ഇങ്ങോട്ടേക്ക് വരൂ. നിങ്ങളുടെ ഐഡിയ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തൂ. കാരണം ഇതാണ് ഭാരതത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദിയായ ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. സ്റ്റാർട്ടപ്പ് ബാങ്കിംഗ് പാർട്ണർ IDFC ഫസ്റ്റ് ബാങ്ക്. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങളുടെ CTVയിലും C5യിലും മാത്രം.